കളമശ്ശേരിയിൽ ബസ് ഇടിച്ച് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചതിൽ ബസ് അമിത വേഗത്തിലാണോ എന്ന് പരിശോധിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു. പരിശോധിച്ച ശേഷം നടപടിയുണ്ടാകും. ബസ് ജീവനക്കാർക്ക് ഓഗസ്റ്റ് 23 മുതൽ പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്നും CH നാഗരാജു പറഞ്ഞു. അദ്ദേഹം എക്സാക്ട്ലി ഡ്രൈവറിന്റെ ബ്ലൈൻഡ് സ്പോട്ടിലാണ്, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ടയറിന്റെ പുറകിൽ അവിടെയാണ് പെട്ടുപോയത്. ഓവർ സ്പീഡ് ആണോ അല്ലയോ നമ്മൾ ഓൺലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ മനസ്സിലാവും. ഇവരുടെ പെരുമാറ്റം ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ഇടയ്ക്ക് ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു. അത് ഈ ഓഗസ്റ്റ് 23 തൊട്ട് ആ ഒരു റൂൾ തുടങ്ങാൻ പോവുകയാണ്. മൂസിന വിവരങ്ങൾ നൽകും. മൂസിന, ഈ അപകടത്തിൽ ഇപ്പോൾ പരിശോധന എങ്ങനെയാണ് നടന്നു വരുന്നത്? ദിവ്യ, നിലവിൽ ഈ ബസ് ഓവർ സ്പീഡ് ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് വെച്ച് ബ്ലൈൻഡ് സ്പോട്ടിൽ, അതായത് ഡ്രൈവറുടെ ബ്ലൈൻഡ് സ്പോട്ടിലാണ് സ്വിഗ്ഗി ജീവനക്കാരൻ എത്തിയത്. അതും ഒരു അപകടത്തിനുള്ള പ്രധാന കാരണമായി മാറി എന്നാണ് ഇന്നത്തെ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നതെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് എറണാകുളത്ത് വലിയ രീതിയിലാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുന്ന കാര്യം നേരത്തെ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരുന്നു. അത് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിലാക്കാനുള്ള നീക്കമാണ് നടക്കുക. ഈ മാസം 23 മുതൽ തന്നെ ഇത് പ്രാബല്യത്തിലാക്കും. ഏതെങ്കിലും രീതിയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളാണോ, അതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണോ, ഇത്തരത്തിൽ നിരന്തരം അപകടമുണ്ടാക്കി വാഹനം ഓടിക്കുന്ന ആളുകളാണോ, അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യത്തിലേക്കാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് കടക്കുക. എന്താണെങ്കിൽ ഓഗസ്റ്റ് 23 മുതൽ ഇത്തരത്തിലുള്ള പോലീസ് ക്ലിയറൻസ് പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞിരിക്കുന്നത്. യെസ്.